പേരിനൊരു വിവാഹം കഴിച്ചു എന്നല്ലാതെ അവളെ കൊണ്ട് അവനോ ഈ കുടുംബത്തിനോ ഒരു ഗുണവുമില്ല. ദോഷങ്ങളല്ലാതെ. ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിയാ മാത്രം മതിയോ? അനുഭവിക്കാൻ ആള് വേണ്ടേ? നമ്മുടെ കുട്ടികളാ, അവർക്കൊരു ജീവിതം ഉണ്ടാക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ആ, ഗോപിയേട്ടൻ ഇങ്ങനെയായി. ഇനി ഞാൻ വേണോ എല്ലാം ചെയ്യാൻ? ദേ, അതുകൊണ്ട് വിശാലിന് നല്ലൊരു കുടുംബം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. നമുക്കത് വെച്ച് താമസിപ്പിക്കാതെ അങ്ങ് നടത്താം. ആ, ഞാൻ എന്ത് ചെയ്താലും ദേ മനസ്സുകൊണ്ട് ഗോപിയേട്ടന്റെ സപ്പോർട്ട് ഉണ്ടാവണം. മനസ്സിലാവുന്നില്ലേ ഗോപിയേട്ടാ? ഇല്ലേ? അലാവുദ്ദീനോ അത്ഭുത വിളക്കും. പക്ഷെ കാർത്തുപോയി. ഓട്ടുപാത്രങ്ങളും ചെമ്പുപാത്രങ്ങളും കരിയും ചാരവും ഇട്ട് തേച്ച് കഴുകിയ നല്ല സ്വർണം പോലെ തിളങ്ങും. ആരും വൃത്തിയാക്കാത്തതുകൊണ്ടാ ഇതൊക്കെ ഇങ്ങനെ നിറമങ്ങി കിടക്കുന്നത്. കഴുകിയ വൃത്തിയാവൂങ്കിലേ എന്റെ അമ്മായിയമ്മയുടെ മനസ്സ് ഇങ്ങനെ കരിയും ചാരവും ഉപയോഗിച്ച് ഒരു ചൊരച്ച് വൃത്തിയാക്കണം. അപ്പടി അഴുക്കും ക്ലാവോ. അമ്മ കേക്കണ്ടോ? കേട്ടാലും എനിക്കൊരു ചുക്കുമില്ല. ഞാൻ സത്യമല്ലേ പറയുന്നേ? ആദ്യം അമ്മയുടെ മനസ്സ്, പിന്നെ അങ്കിളിന്റെ മനസ്സ്, പിന്നെ എന്റെ കെട്ടിയോന്റെ മനസ്സ്. ജാസ്മിന്റെ മനസ്സ് വൃത്തിയാക്കാനായിരിക്കും ഏറ്റവും പാട്. ഈ ആനയെ കുളിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ, ഈ തൊണ്ടൊക്കെ ഉപയോഗിച്ച്? അതുപോലെ വൃത്തിയാക്കിയാലും അവളുടെ മനസ്സിൽ അഴുക്ക് പോകുന്ന എന്റെ സംശയം. അടുത്തില്ലാത്ത ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് ശരിയല്ല കേട്ടോ ഗാർഗി. ആ, അവള് തൊട്ടടുത്തുണ്ടെങ്കിലേ ഞാൻ ഇത് തന്നെ പറയും. എനിക്കൊരു പൊന്നുമോളെയും പേടിയില്ല. ആഹാ, ഇന്നിതാണോ പ്രഭാവതി പാർവതിയെ ഏൽപ്പിച്ച ഡ്യൂട്ടി? ആരും ഏൽപ്പിച്ചൊന്നും അല്ല. ഇത്രയും നല്ല പാത്രങ്ങളൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് പാർവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഗായത്രി ചേച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാ. ഗായത്രി ചേച്ചി ഉണ്ടായിരുന്നപ്പോ ഈ വീടും അടുക്കളയൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. പ്രഭാവതി ഇവിടെ കാലുകുത്തിയതോടെ അടുക്കും ചിട്ടയും വൃത്തിയൊക്കെ പോയി. ഗായത്രിച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി പുതിയ സാധനങ്ങൾ വാങ്ങി നിറച്ചു. അതോടെ ഇതൊക്കെ ഉപയോഗമില്ലാത്ത സാധനങ്ങളുടെ കൂട്ടത്തിലായി. അതിനുശേഷം ഇപ്പോഴാ ഇതൊക്കെ വെള്ളം തൊടുന്നത്. എന്റെ ചേച്ചിയെ കുറിച്ച് എന്തോ കുശുമ്പോറയാണല്ലോ മൂന്നാളും കൂടി. നല്ലതൊക്കെ പറയണോന്ന് ആഗ്രഹമുണ്ട് അങ്കിളെ. പക്ഷേ എന്തെങ്കിലും നല്ലത് ഉണ്ടായിട്ട് വേണ്ടേ പറയാൻ? ഒരു വകയ്ക്കും കൊള്ളാത്ത സാധനങ്ങളെന്ന് പറഞ്ഞ പ്രഭാവതി ഇതൊക്കെ ആക്രിയുടെ കൂട്ടത്തിൽ തള്ളിയത്. പാർവതി കഴുകി വൃത്തിയാക്കിയപ്പോ ദേ കണ്ടില്ലേ, ഓ പുത്തം പോലെ തിളങ്ങുന്നു. പുത്തനച്ചി പുരപ്പുറം തോക്കുന്നു കേട്ടിട്ടില്ലേ? അതാ ഇത്. എന്റെ അങ്കിളെ, ആസ്ഥാനത്തൊക്കെ ഈ പഴഞ്ചൊല്ലെടുത്ത് പ്രയോഗിക്കല്ലേ. പാർവതി പുത്തനച്ചിയൊന്നും അല്ലല്ലോ. പാർവതി ഇവിടെ വന്നിട്ട് കുറേ കാലമായി. ദേ ഗാർഗി, ചുമ്മാ കളിയാക്കല്ലേ. വിവരമില്ലാത്തോണ്ട് സംഭവിച്ചതാണെങ്കിലും പാർവതി ഈ വീട്ടിലെ മരുമോളാണെന്ന് പ്രതാപ സമ്മതിച്ചല്ലോ. ആര് സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല, സമ്മതിക്കാനും പോകുന്നില്ല. പിന്നെ ഒരു മരുമോള്. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല മോനെ ദിനേശ. എന്ത്?
ആക്രി വൃത്തിയാക്കി നല്ല പേര് നേടാനുള്ള ശ്രമോ. അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ വിവരമില്ലാത്ത 2 പെണ്ണുങ്ങളും. ഇത് ചേച്ചി അറിയിക്കണം. ഹലോ, വരുന്നു. ഇതിപ്പോ പ്രഭാവതി തമ്പുരാട്ടിയുടെ കാതിലെത്തും. ഉറഞ്ഞു തുള്ളിയൊരു വരവ് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. വരട്ടെ ചെറിയമ്മ. വന്നാലേ ഇവളെ കുറെ വഴക്കു പറയും പോവും. അത്ര തന്നെ. പുതിയ എന്തൊക്കെയോ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സംഘം ചേർന്നൊരു ആലോചന മുറ്റത്ത് നടക്കുന്നത് ഞാൻ കണ്ടു. എതിരാളികൾ നിസാരക്കാരല്ല, അത് ഓർമ്മ വേണം. ഏത് പ്രശ്നങ്ങളെ നേരിടാനും ഞങ്ങള് തയ്യാറാ ചെറിയമ്മ. അല്ലേ പാർവതി? ഒന്ന് സപ്പോർട്ട് ചെയ്യടി. എനിക്ക് പ്രായമായി വരികയല്ലേ ഗോപിയേട്ട. നിന്ന നിൽപ്പിലല്ലേ ഗോപിയേട്ടൻ വീണുപോയത്. അതുപോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ അതൊക്കെ ഓർത്തിട്ട് എനിക്കെന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. ഭാഗ്യത്തിന് 2 ആൺമക്കളാ. എന്റെ സഹായമില്ലാതെ തന്നെ അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളൂ. പക്ഷേ അമ്മ ഞങ്ങൾക്ക് എന്താ തന്നതെന്ന് ഭാവിയിൽ അവർ ചോദിച്ചാലോ? മാന്യമായി ജീവിക്കാനുള്ള ചുറ്റുപാട് 2 പേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാ എനിക്ക് മനസമാധാനത്തോടെ കണ്ണടയ്ക്കാൻ കഴിയും. ദേ, ഞാൻ പറയുന്നത് ഗോപിയേട്ടന് മനസ്സിലാവുന്നുണ്ടോ? ഗോപിയേട്ട, എത്രയും പെട്ടെന്ന് വിപിന്റെ വിവാഹം നടത്തണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവനൊരു കുടുംബം ഉണ്ടാക്കണം. നല്ല കുടുംബത്തിലെ പെണ്ണാലോചനയായിട്ട് പോകുമ്പോ പയ്യന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കില്ലേ? ഞാൻ എന്താ പറയാ? പണമില്ലാതെ ഇക്കാലത്ത് ഒന്നും നടക്കില്ല ഗോപിയേട്ട. ചേച്ചി ഒന്നേ വാ. എടാ, ഞാൻ ഗോപിയേട്ടനുമായിട്ട് പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കുന്നത് നീ കണ്ടില്ലേ? സോറി ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങള് അളിയൻ കേൾക്കുന്നുണ്ടെന്നാണോ ചേച്ചി കരുതുന്നത്? ഒന്നും കേൾക്കുന്നില്ല. പക്ഷേ മറ്റു ചിലര് പറയുന്ന കാര്യം മുഴുവൻ കേൾക്കുകയും ചെയ്യും. ഈ കിടപ്പ് അവസാനത്തെ കിടപ്പാണെന്നാ എനിക്ക് തോന്നുന്നു. പ്രതാപ, വേണ്ട. എന്തായാലും ഗോപിയേട്ടന് കേൾവി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ദേ, ഞാൻ പറഞ്ഞതിനെ കുറിച്ച് സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്കണം കേട്ടോ. വാ പ്രതാപ. പോയിട്ട് വരാം. ഗാർഗി, ഇത് നോക്കിയേ, നല്ല ഭംഗിയുണ്ടല്ലേ? ഇതൊക്കെ ആക്രി സാധനങ്ങളുടെ കൂട്ടത്തിലിടാൻ എങ്ങനെയാണോ മനസ്സ് വന്നേ? നോക്കട്ടെ. പാർവതി പറഞ്ഞത് ശരിയാ. ഇതൊക്കെ ഷോക്കേസിൽ വെക്കേണ്ട സാധന. ഗായത്രി അമ്മയോടുള്ള വിരോധം ഈ പെട്ടിയോട് പോലും കാണിച്ച എന്റെ അമ്മായിയമ്മയെ സമ്മതിക്കണം. ഗാർഗി, അതിങ്ങി തന്നെ.
അയ്യോ, ഇപ്പോഴാ ഞാനിത് ശ്രദ്ധിക്കുന്നേ. വിശാലിന് കൊടുക്കാൻ വേണ്ടി ഗായത്രി ചേച്ചി വാങ്ങി വെച്ചതാ ഇത്. വിശാല് കുട്ടിയായിരിക്കുമ്പോ. പക്ഷേ വിശാലിന് ഇത് കൊടുക്കാൻ ഗായത്രി ചേച്ചിക്ക് കഴിഞ്ഞില്ല. അമ്മ മോന് വേണ്ടി വാങ്ങിയ സമ്മാനാണോ ഒരു വിലയില്ലാത്ത സാധനം പോലെ ഇങ്ങനെ ഉപേക്ഷിച്ചത്? അതിന് തന്നേ ചെറിയമ്മ. ഗായത്രി അമ്മ എത്ര സ്നേഹത്തോടെ ആയിരിക്കും ഇത് വാങ്ങി വെച്ചത്. ഇത് കിട്ടിയിരുന്നെങ്കിൽ വിശാൽ സാറിന് എത്ര സന്തോഷമായിരുന്നു. ഞാനിത് വിശാൽ സാറിന് കൊണ്ടു കൊടുക്കാം. വിശാൽ ബ്രോ കുട്ടിയായിരിക്കുമ്പോ വാങ്ങിയതാണെന്ന് ചെറിയമ്മ പറഞ്ഞില്ലേ? ഈ പ്രായത്തിൽ ഇത് കിട്ടിയിട്ട് വിശാൽ ബ്രോയ്ക്ക് എന്ത് സന്തോഷം കിട്ടാനാ? ഗായത്രി അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്നും ഇത് വിശാൽ സാറ് പൊന്നുപോലെ സൂക്ഷിക്കുമായിരുന്നു. പക്ഷേ ഗാർഗി പറഞ്ഞതുപോലെ ഈ പ്രായത്തിൽ വിശാൽ സാറിന് ഇത് കിട്ടിയാ ഒന്നും തോന്നില്ല. എന്നാലും മരിച്ചുപോയ അമ്മയുടെ സമ്മാനാണിതെന്ന് അറിയുമ്പോ വിശാൽ സാറിന് വലിയ സന്തോഷാവും. വിശാൽ സാറിന്റെ മനസ്സ് ഗാർഗിക്ക് ശരിക്കും അറിയാത്തോണ്ടാ. ഇത് ഞാൻ വിശാൽ സാറിന് കൊണ്ടുകൊടുക്കും. നടുക്കടലില് പെട്ടതുപോലെയാ, ചുറ്റിനും വെള്ളം. പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല എന്ന് പറയുന്നത് പോലെ ആ അവസ്ഥയിലാ ഞാനിപ്പോ. ചുറ്റും ചെതറിക്കിടക്കുക 100 കോടിയുടെ സ്വത്തും പണവും മുതലും. പക്ഷേ അതൊന്നും എനിക്ക് തൊടാൻ പോലും പറ്റില്ല. ഇത്ര തിടുക്കപ്പെട്ട് അതിലെത്തിപ്പിടിക്കണോ ചേച്ചി? ഇവിടെ ഇപ്പൊ ചേച്ചിക്ക് എന്താ ഒരു കുറവ്? ഇപ്പൊ ഒരു കുഴപ്പമില്ല. അതെന്തുകൊണ്ടാ? ഗോപിയേട്ടൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്. ആ കിടപ്പിൽ നിന്ന് ഇനി ഗോപിയേട്ടൻ തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ മനുഷ്യനെ തെക്കോട്ടെടുത്താ പിന്നെ എനിക്ക് ഈ വീട്ടില് ഒരു പൂച്ചയുടെ വില പോലും ഉണ്ടാവില്ല. അതറിയാവുന്നത് കൊണ്ടാ ഞാൻ വിപിന്റെയും വിനയുടെയും കാര്യം പറഞ്ഞ് ഗോപിയേട്ടന്റെ അടുത്ത് ചെന്നത്. വിശാലിനെ പോലെ തന്നെ അച്ഛാന്ന് വിളിച്ച് പുറകെ നടക്കുന്ന 2 ആൺകുട്ടികളാണല്ലോ. അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലോ ഗോപിയേട്ടന്റെ കണ്ണടയുന്നതിന് മുൻപ് അത് വാങ്ങിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല. അതുകൊണ്ടാ ഞാൻ അതും പറഞ്ഞ് അടുത്ത് ചെന്നത്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഗോപിയേട്ടൻ കേട്ടോ എന്തോ? ആർക്കറിയാം. ചേച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ ചുരുങ്ങിപ്പോയോ? 100 കോടിയും കിട്ടണോന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ 2 മക്കൾക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നായോ? 100 കോടി കിട്ടേണ്ടത് വിശാലിന്റെ കയ്യിൽ നിന്നാ. അച്ഛന്റെ കയ്യിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ടതാ ഞാൻ ഗോപിയേട്ടനോട് ആവശ്യപ്പെട്ടത്. കിട്ടാനുള്ളത് 10 നയാ പൈസയാണെങ്കിലും പ്രഭാവതി അത് ചോദിച്ചു മേടിച്ചിരിക്കും പ്രതാപ. ഓ അങ്ങനെ. ചേച്ചി പറയുന്ന കേട്ടപ്പോ ഞാനങ്ങ് പേടിച്ചുപോയി. ചേച്ചിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും തടഞ്ഞാലേ എനിക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ. നീ എന്തോ എന്നോട് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ചേച്ചി, കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ ചൊല്ല്. പക്ഷെ ഇവിടെ കുന്തമാണോ തപ്പുന്നത് അതോ കുടമാണോ തപ്പുന്നതെന്നൊരു സംശയം. ഏതായാലും ത്രിമൂർത്തികൾ രാവിലെ തുടങ്ങിയ തപ്പല. ചെന്ന് നോക്ക്, അടുക്കളപ്പുറത്തുണ്ട് 3 പേര്. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഇതെല്ലാം ഗായത്രിയുടെ സാധനങ്ങളാണല്ലോ.
അതെവിടെ? എടി ചോദിച്ചത് കേട്ടില്ലേ? അതെവിടെയെന്ന്? അത് എന്ന് പറഞ്ഞ ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. ഏതെവിടെയെന്ന് അമ്മ ചോദിക്കുന്നേ? ദേ ഗാർഗി, ഇങ്ങോട്ട് ഒരു ചോദ്യവും വേണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി. ചേടാ, ഇത് വലിയ കഷ്ടമാണല്ലോ. ചോദ്യം വ്യക്തമാവാതെ എങ്ങനെ ഉത്തരം പറയാനാ? ഒരു ക്ലൂ തരാവോ? ഗാർഗി, എന്നെ നീ കളിയാക്കുകയാണോ? ഇപ്പൊ ഞാനിവിടെ കണ്ടതാണല്ലോ അത്. പെട്ടെന്നങ്ങ് മാഞ്ഞുപോയോ? എന്റെ പ്രഭാവതി, നീ എന്താ കണ്ടേന്ന് പറയേ. വെറുതെ മനുഷ്യനെ പൊട്ടനാക്കാതെ. ഞാൻ കണ്ടതാണല്ലോ. അതോ ഇനി എനിക്ക് തോന്നിയതാണോ? അമ്മ ഒരു കാര്യം ചെയ്യും. ഈ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോയി സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി അടുക്കി വെക്ക്. അപ്പോ അമ്മ പറയുന്ന അത് ചിലപ്പോ കിട്ടുമായിരിക്കും. എന്നെ കളിയാക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഇനി നീ സംസാരിച്ചാ അടിച്ചു നിന്റെ പല്ല് ഞാൻ കൊഴിക്കും, കേട്ടല്ലോ. അയ്യോ, ഞാൻ കണ്ടത് സത്യമാണെങ്കിൽ അതെനിക്ക് കിട്ടണം. ഒരു കാരണവശാലും അത് വിശാലിന്റെ കയ്യിൽ എത്തരുത്. അമ്മ കണ്ടത് ഏത് സാധനമാണെന്ന് പറഞ്ഞാ ഞാനത് കൊണ്ടുതരാം. ദേ, എനിക്ക് നിന്റെ ഒരു ഔദാര്യവും വേണ്ട. ഞാൻ കണ്ടതിനെ തേടി പിടിക്കാൻ എനിക്കറിയാം. ദേ, ഇത് ഉരച്ചോണ്ടിരിക്കാതെ അടുക്കള പണി എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. പോയേ. ദേ, ഇതാണ് അമ്മ അന്വേഷിച്ച അത്. ഓ, ഗാർഗി ഇത് എന്തിനാ ഒളിപ്പിച്ചു വെച്ചതാ? അമ്മ അവിടെ മറിഞ്ഞു നിന്ന് നോക്കുന്നതേ ഞാൻ കണ്ടായിരുന്നു. ഇതിൽ തന്നെയായിരുന്നു നോട്ടം. വിശാൽ ബ്രോയ്ക്കേ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞത് അമ്മ കേട്ട് കാണും. ഗായത്രിയമ്മയുടെ ഒരു സാധനവും ബ്രോയ്ക്ക് കൊടുക്കാൻ അമ്മ സമ്മതിക്കില്ല. ഇത് വിശാൽ ബ്രോയുടെ കയ്യിലെത്തണം. അതിനാ ഞാനിത് ഒളിപ്പിച്ചു വെച്ചേ.